ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുപ്പ് കത്തിക്കാനായിട്ട് പോകട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കാനായിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ കുളിച്ചൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാവരും റെഡിയായി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചു. മൺകലം മേടിച്ചു. മൺകലത്തിനകത്ത് പാലും വെള്ളവും ഒഴിച്ചു. പിന്നെ അരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കടുകുമായിട്ട് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാലേശലിൻ്റെ ഒരിത്. നമ്മുടെ പ്രിൻസ് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു കുഞ്ഞു തല. അപ്പോൾ ഗബ്രൂട്ടനും ഡോറയുടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രെയർ ചെയ്തിട്ട് അടുപ്പ് കത്തിക്കാനായിട്ട് പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മാതാവേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അപ്പോൾ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി ചെയ്യാൻ പോകുന്ന ഈ തിരുകർമ്മത്തെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ കൃപയും സ്നേഹവും സഹകരണവും ആശീർവാദവും എല്ലാം ഞങ്ങൾക്കൊപ്പം എന്നുണ്ടായിരിക്കണം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയെന്നും ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മേൽ എന്നേക്കും അങ്ങയുടെ സ്നേഹം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ആശീർവാദം എന്നും ഞങ്ങൾക്ക് മേലുണ്ടാവണമേ. ഞങ്ങളുടെ പിതാവ് ദൈവമേ, അങ്ങയുടെ ആശീർവാദത്താൽ, സ്നേഹത്താൽ, സന്തോഷത്താൽ ഞങ്ങളുടെ ആദ്യമായി ഞങ്ങളുടെ വീട്ടിൽ ഈ അടുപ്പ് കത്തിക്കാൻ എൻ്റെ ദൈവമേ ഞങ്ങളുടെ കൂടെ എന്നും തുണയായിരിക്കണമേ. കത്തി അതിന് എത്ര എടുത്തേക്കുന്നു? എനിക്ക് ചിലപ്പോൾ ഒന്ന് കത്തിന്ന് വരത്തില്ല. കൈ വിളിക്കല്ലേ. അപ്പുറത്തൂടെ. അങ്ങനെ നമ്മൾ കർപ്പൂരം ഇട്ടിട്ടുണ്ടായിരുന്നേ. കർപ്പൂരം ഇട്ടിട്ടാണ് കത്തിച്ചത്. നമ്മുടെ ഡോറ എങ്ങനെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് അടുപ്പ് കത്തിച്ചു. തീ പിടിച്ചിട്ടാണോ ഇത് വെച്ചാലല്ലേ തീ പിടിക്കത്തുള്ളൂ. ഇന്ന് പാചകം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പ്ലംബിംഗ് വർക്കൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. പാത്രമൊക്കെ കഴുകാനൊക്കെ പാടായിരിക്കും. ഞങ്ങളിവിടെ വെള്ളം കലത്തിൽ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ്. ദൈവമേ, എല്ലാം നന്നായി നടക്കണേ. എല്ലാം നന്നായി നടക്കണേ ഈശോയെ. ഇങ്ങനെ അടുപ്പ് ആളി കത്തുകയാണ്. ഇവിടെ നമ്മൾ അടുപ്പ് കത്തിക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളും വെക്കാൻ വേണ്ടി, അടുപ്പ് കത്തിക്കാൻ വേണ്ടി നമ്മൾ പുറത്തൊരു ചെറിയ വർക്ക് ഏരിയ പോലെ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും തികഞ്ഞില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഈ ഒരു രീതിയിൽ നിർത്തിയത്. മൊത്തം പണിയും ചെയ്യാനുള്ള പൈസ നമ്മുടെ ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് പൈസ പലിശയ്ക്ക് എടുത്തോളായിരുന്നു. പിന്നെ ഒരു മേഡം നമ്മളെ സഹായിച്ചു. ആ മേഡം സഹായിച്ചത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടും കൂടെ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇനി കുറച്ച് പൈസയുടെയും കൂടി ഷോർട്ടുണ്ട്. എവിടെന്നെങ്കിലും ഇനി കുറച്ച് പൈസയും കൂടി മറിക്കണം, അല്ലാതെ ശരിയാവത്തില്ല. എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. നമ്മുടെ ഗബ്രൂട്ടൻ വളർന്നു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാഹചര്യം അവന് വേണ്ടി ഒരുക്കി കൊടുക്കണമെന്നാണ്. നമ്മൾ പാലൊഴിച്ചിട്ട് കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സത്യത്തിൽ സംഗതി കൊണ്ട് പൊന്തി വരുന്നില്ല. ഇത്രയും തീയിട്ടിട്ടു. ഇളക്കണ്ട. ഇപ്പം അനങ്ങുന്നു. ഇപ്പം ചെറുതായിട്ട് പാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി അനങ്ങുന്നു. ഡോറയ്ക്ക് ഹൈറ്റ് പറ്റത്തില്ല കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ ഇതും കൂടെ വന്നിട്ട് ഇതിന്റെ മേളിൽ അത് വന്നപ്പോ എനിക്ക് അങ്ങോട്ട് എത്തത്തില്ല. നമ്മളിനി വിറകടുപ്പ് വെച്ച് കത്തിക്കാനുള്ള രീതിയിൽ വല്ലതും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വെക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ അതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. എല്ലാരും പറയല്ലോ ഇങ്ങനെ പതഞ്ഞ് ഞങ്ങളിങ്ങനെ പതഞ്ഞു കൊണ്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ നേരമായിട്ടോ, കുറച്ച് നേരമായിട്ട് തീ എത്തിക്കും. പക്ഷെ പൊന്തി വരുന്നില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. വിറകും കുറെ വെച്ചു കൊടുത്ത്. തീ നന്നായി കത്തുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ആളി കത്തുന്നുണ്ട് തീ. പക്ഷെ
അതുപോലെ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോ ഇവിടെ കത്തിക്കുന്ന സമയത്ത് മൊത്തം പുകയായിരിക്കും. ഞാനത് എത്ര നേരം നോക്കിയപ്പോ കുഴപ്പമില്ല. ഇവിടെ ഈ ഗ്രില്ല് വന്നിരിക്കുന്നോണ്ട് പുക അങ്ങോട്ടങ്ങ് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് അധികം കേറുന്നില്ല. തുള്ളിക്കളിക്കൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മേളോട്ട് പോകുന്നു. തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പൊന്തി വാടാ. ഇങ്ങനെ നടന്ന് അല്ലുന്നുണ്ട്. ഒരു വട്ടം കാണിക്കും. ഇല്ല ഇല്ല, ഒറ്റ തവണ കാണിക്കും. കണ്ടില്ലേ, പതയൊക്കെ നല്ലോണം വന്ന്, പക്ഷെ സംഗതി അങ്ങോട്ട് തൂകുന്നില്ല വെളിയിലോട്ട്. പൊന്തി വരുന്നില്ലേ ഉള്ളു. 5 മിനിറ്റ് ആയില്ലേ? എങ്ങനെയാണെന്ന് നോക്കാം. കാണിച്ചുതരാം. നമ്മുടെ ഗബ്രൂച്ചിന് പാല് തൂകുന്ന കാണണമെന്ന്. തന്നെത്താനെ വരും കേട്ടാ. എനിക്ക് കാണത്തില്ല, എനിക്ക് എത്തി നോക്കേണ്ടി. എന്താ അങ്ങോട്ട് തിളക്കാത്തത്? നോക്കി നിക്കുന്നുണ്ടായിരിക്കും, അപ്പുറത്തേരും പോയിട്ട് വന്നല്ലോ. അതെ, കൈ കൊള്ളല്ല. പൊന്താറായി. പൊന്തി വരുന്നേ. മറ്റേ ഇതൊക്കെ ഇടുവല്ലോ, എന്തോ പൊന്തി വന്ന് നിങ്ങക്ക് കാണാൻ വരുന്നുണ്ടോ? തൂകി കിഴക്കോട്ടാ തൂകിയത്. കുഴപ്പമുണ്ടോ? ആർക്കറിയാം. വീണ്ടും പൊന്തി വരുമോ? ഇനി പൊന്തണ്ട. തുണി തുണി എടുത്തുണ്ടോ? കുഞ്ഞിനെ പിടിച്ചങ്ങ് പോയാ പോകാം. ചേട്ടാ ഞാൻ അതല്ലേ മറ്റേ തടത്തുണി എടുത്തോണ്ട് വെച്ചതിനോട് പറഞ്ഞു. മറ്റേ എന്തായിരുന്നു നല്ല കൊഴുത്ത പാൽ പിടിച്ചു. മറ്റേ സാധനം വാങ്ങിക്കണ്ടൊന്നും പോത്തില്ലല്ലേ, മറ്റേ സാധനം മേടിക്കണ്ടായിരുന്നു. ഇതിങ്ങനെ ഇറക്കി വെക്കുന്ന സാധനം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പാല് കാച്ച് സക്സസ് ആയി നടന്നിരിക്കുകയാണ്. ഇനി ഈ പാലിനകത്ത് നമുക്ക് ഡോറയാണെങ്കിൽ പായസം ഉണ്ടാക്കി തരും. നമ്മുടെ ഡോറയുടെ പായസവും കൂടെ കുടിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഡോറ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം പായസം വെക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് പായസം വെച്ചിട്ടില്ലല്ലോ, പായസം മാത്രമേ ഇതിനു മുമ്പ് വെച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഡോറയുടെ പായസവും കൂടി കുടിക്കാം. എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് അറിയാലോ. അപ്പൊ നമ്മുടെ രാവിലത്തെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാലൊക്കെ കുടിച്ച്, എൻ്റെ പ്രിൻസ് ആണെങ്കിൽ സവാള അരിയുന്നു, നമ്മുടെ ഡോറ പച്ചക്കറിയൊക്കെ അരിയുന്നു. ഇപ്പൊ ഇവിടെ ആയപ്പോൾ എല്ലാത്തിനും സൗകര്യമുണ്ട്. മറ്റേ അവിടുത്തെ പോലെയല്ല, വെച്ചരിയാനൊക്കെ സ്പേസ് ആയി. പിന്നെ ഡോറയ്ക്ക് തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ആയപ്പോഴത്തേക്ക്. വെള്ളം ആവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മള് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. എന്നുവെച്ചാല് ഇന്ന് പാലുകാച്ച് നടത്തണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളങ്ങ് ചെയ്ത്. സത്യത്തിൽ 8-ാം തീയതി മോന്റെ ബർത്ത്ഡേ നമ്മളിത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അന്ന് പക്ഷെ നടന്നില്ല, അന്ന് പണിയൊന്നും തീർന്നില്ലായിരുന്നു. അതുമല്ല അന്ന് സ്ലാവ് ഒന്നും കെട്ടാനായിട്ട് പറ്റിയില്ല. ഇന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് പാലുകാച്ച് നടത്താം എന്ന് വിചാരിച്ചപ്പം പാലുകാച്ചൊക്കെ നടത്തി. ഇന്നത്തെ നമ്മുടെ പാചകമൊക്കെ ഏകദേശം ഇവിടെ വെച്ച് തന്നെ. ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി ആ അടുപ്പങ്ങ് മാറ്റണം. അതിന് ഇവിടെ വേണ്ട, അത് വെളിയിലോട്ട് കൊണ്ടുപോകണം. പിന്നെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം ആവും. പിന്നെ ബാത്റൂമിൻ്റെ പണി കിടപ്പുണ്ട്. ഇവിടെ പൂശാനൊക്കെ ഉണ്ട്, ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇനി ചെയ്യാനുള്ളതാണ്.
ഇത് തൂണ് കയറ്റിയതാണ് നമ്മൾ ഈ ഭിത്തിക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടേ, പൊട്ടിയിരുന്നില്ലേ ഭിത്തിയൊക്കെ, അതിനുള്ള ബലം കിട്ടാൻ വേണ്ടി തൂണ് കയറ്റി ഇവിടെ എല്ലാം ഇനി ശരിയാക്കാൻ വേണ്ടിയിട്ട് കമ്പി ഓട്ടിച്ചതാണ് അങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ മറയ്ക്കാനുണ്ട്, മേള് മറയ്ക്കണം, ദേ ഇവിടെ മറയ്ക്കാനായിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാതിലിൻ്റെ അടുത്ത് അവിടെ മറയ്ക്കണം. അങ്ങനെ കുറേ പണികളൊക്കെ കിടപ്പുണ്ട്. പിന്നെ വേണ്ട ഇവിടുത്തെ നമ്മുടെ സൈഡ് അടിയിൽ കല്ല് വെച്ച് കെട്ടാനുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയ ഉദ്ദേശിക്കുന്നത്. അവിടെ വർക്ക് ഏരിയയുടെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. പണി കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇനിയും കിടപ്പുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. ഇതുവരെ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ പറ്റണമെന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട്. എല്ലാം കൂടെ ചെയ്തിട്ട് കാരണം നമ്മൾ ഇനിയും താമസിക്കും, ഒത്തിരി താമസിച്ചു പോകും. ഇനി എപ്പോഴും അങ്ങോട്ട് എടുത്തോ ഇങ്ങോട്ട് എടുത്തോണ്ട് വരണം. എന്നുവെച്ചാല് ഞാനില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. ഇവളെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകണം, എങ്ങാനും ഒരു തലവെച്ചുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകാനൊന്നും ആരുമില്ല. ഇതാകുമ്പോഴത്തെ ഇവിടെ ഇന്ന് ചെയ്യുന്ന സമയത്താണ് തലയിറക്കം വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടക്കുക. ഇതൊക്കെ എപ്പോഴും തലയിറക്കം വരാറുണ്ട്. ദിവസം ഇന്നലെയും തലയിറക്കം വന്ന് കിടന്നിട്ട് പ്രിൻസ് പോയി പിന്നെ നാരങ്ങകളൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടോട്ട് കയറി കിടക്കാം. പിന്നെ ബാത്റൂമിൽ പോകാനും ഇവിടുന്ന് എളുപ്പമാണ്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റും ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിലും. ബാക്കി എല്ലാ കാര്യങ്ങളും വെള്ളത്തിൻ്റെ ഇതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഡോറയുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പം എന്തായാലും അവർക്കുണ്ടാകത്തില്ല. ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഡോറ ബുജ്ജി ക്യൂട്ട് ഫാമിലിയുടെയും പ്രിൻസിൻ്റെയും പ്രിൻസിയുടെയും എല്ലാവരുടെയും ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ എന്ന് ഞാൻ പറയില്ല കേട്ടോ, ഞാൻ പറയുന്നത് ഉയർപ്പ് തിരുനാൾ ആശംസകൾ. ഓക്കെ, ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ ഉയർപ്പ് തിരുനാൾ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഗബ്രൂട്ടന് ഉടുപ്പ് നിക്കർ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം അപ്പിയിട്ട് ഞാൻ കൊണ്ട് മേലെല്ലാം കഴുകി ഇങ്ങോട്ടൊന്ന് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ. എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നിർത്തിയാലേ ഇടയ്ക്കൊന്ന് ഗബ്രൂട്ടൻ ഫ്രീ ആയി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സൗകര്യവും കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒരുക്കി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും കൂട്ടുകാരെ